കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ പ്രതിരോധത്തിലാവുകയാണ് സർക്കാർ. ബിന്ദു മേനോൻ പരാതി നൽകിയാൽ ഉടനടി നടപടിയെന്നാണ് നിലപാട്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും വാദമുണ്ട്. അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോകളിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേർന്നു. ഹാൻസെ, ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞത് ഇതിനെ ഒരു കുടുംബ കലഹമായി പറയുകയായിരുന്നു അദ്ദേഹം. മന്ത്രി തന്നെ പറഞ്ഞത് ഭാര്യയുടെ പ്രതികരണം അനുസരിച്ച് ഭാര്യ ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞ കാര്യങ്ങളൊക്കെയും സ്ഥിരീകരിക്കുന്നു ഭാര്യ. പക്ഷേ നടപടിയുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുകൂടി ഭാര്യ പറഞ്ഞു വെക്കുന്നു. ഇത് ഇടത് മുന്നണിയിൽ എങ്ങനെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തേത്, ഈ യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. എപ്പോഴായിരിക്കും? സേതു, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LDF ഇനി എന്ത് തീരുമാനം സ്വീകരിക്കണം എന്നുള്ളത് പരാതി അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും. കാരണം ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന് കൊല്ലം റൂറൽ SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഗണേഷ് കുമാറിനെതിരെ സ്വീകരിക്കണമോ എന്നുള്ള LDF സർക്കാർ തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ മന്ത്രി പറയുന്നതനുസരിച്ച് ഈ വിഷയം തികച്ചും വ്യക്തിപരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗാർഹിക പീഡനമോ നടന്നതായ തരത്തിലുള്ള തെളിവുകളൊന്നും പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ ഇതുവരെയും ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പരാതിയുമായി പോലീസിന്റെ അടുത്തേക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബിന്ദു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ, അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ആ രീതിയിൽ വേണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര മണിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ പ്രതിഷേധ മാർച്ചിലൂടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ രാജിയാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ പ്രതിഷേധം നടക്കുമ്പോഴും സംസ്ഥാന വ്യാപകമായി ഇന്ന് തലസ്ഥാനത്തടക്കം മന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ന് ക്യാബിനറ്റ് ഉണ്ട്, മന്ത്രി തിരുവനന്തപുരത്ത് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സേതു. ഓക്കെ ഹാൻസേ, ശരി. അപ്പം ഈ വിഷയം ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ മന്ത്രി ഇന്നലെ ഈ സംസാരിച്ചതൊക്കെയും മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെയും അതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ആരും കടന്നു വരേണ്ട ആവശ്യമില്ല, ഞാനൊരു MLA ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്, ഇപ്പം മന്ത്രിയാണ്, ഞാൻ ഈ നാടിന് എന്ത് ചെയ്യുന്നു എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ ഇന്നലത്തെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഈ വിവാദം വന്നതിനു ശേഷം മന്ത്രി ഇന്നലെയാണ് ആദ്യമായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതും പ്രതികരണമൊക്കെ നടത്തിയതും. അദ്ദേഹം തൻ്റെ ജീവിതം എന്നും എല്ലാവർക്കും ഒരു ഓപ്പൺ ബുക്കാണ്, ഒരു തുറന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരണം നടത്തിയെങ്കിലും ആ പ്രതികരണമൊക്കെ എത്ര കണ്ട് ഏൽക്കുമെന്ന കാര്യത്തിൽ ഇനി കാത്തിരുന്നറിയണം. കാരണം മുന്നണിയെ തന്നെ ചെറിയ രീതിയിലെങ്കിലും ഈ വിഷയം ഒന്ന് പ്രതിരോധത്തിലാക്കുന്നുണ്ട്.